Hey guys, Infinixന്റെ ഈ കൊല്ലത്തെ ആദ്യത്തെ ലോഞ്ച് ദി ഇൻഫിനിക്സ് നോട്ട് എഡ്ജ്. ബാങ്ക് ഓഫറിന് ശേഷം 20,000 രൂപയ്ക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസിന് എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇത് വാങ്ങണോ വേണ്ടയോ വിശദമായിട്ട് നോക്കാം. ടിപ്പിക്കൽ ഇൻഫിനിക്സ് സ്റ്റൈൽ ബോക്സ് ആണ്. ഫോണിന്റെ കളർ മാച്ച് ആവുന്ന നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കേസും ബോക്സിനകത്ത് നിങ്ങൾക്കൊരു ടെമ്പേർഡ് ഗ്ലാസും അത് ഒട്ടിക്കാനുള്ള ആക്സസറീസും കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 2026 ബോക്സിനകത്തൊക്കെ ഈ സ്ക്രീൻ കാർഡ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ആണ്. ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ, 45 വാട്ടിന്റെ ഇൻഫിനിക്സിന്റെ ഫാസ്റ്റ് ചാർജറും സിം ടൂളും ഡോക്യുമെന്റേഷൻസും സ്റ്റിക്കേഴ്സും ആണ് ഉള്ളത്. ബോക്സ് തുറന്ന് ഫോൺ കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്ക് ഡിസൈൻ വളരെയധികം ഇഷ്ടമായി. ഒരു മിനിമലിസ്റ്റിക് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെടും. കാരണം ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക് ആണ്. ആൻഡ് ഇതിന്റെ സൈഡ്സ് ഉണ്ടല്ലോ, എല്ലാ സൈഡ്സും റൗണ്ടഡ് ആണ്. എനിക്കിത് കയ്യിലെടുത്തപ്പോൾ എൻ്റെ പഴയ ഒരു ഐഫോൺ 8 ഒക്കെ ഞാൻ കൈ പിടിച്ച സമയത്തുള്ള പോലെ ഒരു ഫീലാണ് വന്നത്. ബട്ട് അത് ഒരു അലുമിനിയം ഫ്രെയിം ആയിരുന്നു. ഇതിനകത്ത് ഒരു പോളി കാർബണേറ്റ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ ലേഔട്ട് സിമെട്രിക്കൽ ആണ്. ഇത് 2 ക്യാമറാസ് ഉണ്ട്. ആൻഡ് ഫ്ലാഷും അതേപോലെ ഒരു ഹാലോ ലൈറ്റ് അതും സിമെട്രിക്കൽ ആണ്. ഇവിടെയായിട്ട് നമ്മുടെ ഐഫോണിന്റെ ഒക്കെ 17 Pro Max ബാക്കി കാണുന്ന പോലെയുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ബട്ട് ടേബിളിൽ വെക്കുന്ന സമയത്ത് വോബിള് വളരെ കുറവാണ്. ആൻഡ് വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.2 mm മാത്രമാണ് തിക്നെസ് ഉള്ളത്. ആൻഡ് ഈ ഒരു സൈസിന് വെയിറ്റ് കുറവാണ്, 188 ഗ്രാം മാത്രം. മുകളിലായിട്ട് നിങ്ങൾക്ക് സൗണ്ട് ബൈ JBL എന്ന് കാണാം. ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. JBL ട്യൂൺ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ലൗഡ്നെസ് അത്രത്തോളം ഇല്ലെങ്കിലും ഒരു ചെറിയ ബേസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫോർ എ 20K സ്മാർട്ട് ഫോൺ ദാറ്റ് ഇസ് ഗുഡ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡ്യുവൽ മൈക്രോഫോൺസ് ലഭിക്കുന്നുണ്ട്. ഡ്യുവൽ സിം ഇടാൻ പറ്റും. മുകളിലായിട്ട് IR ബ്ലാസ്റ്ററും ഉണ്ട്. സൈഡിലായിട്ട് ഒരു പച്ച ആക്സന്റിൽ നിങ്ങൾക്ക് ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇതിനകത്തുള്ള AI ബട്ടണായിട്ട് ഉപയോഗിക്കാം. സ്ക്രീനിൽ കാണുന്നത് എന്താണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അനലൈസ് ചെയ്യുന്ന പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് കസ്റ്റമൈസ് ചെയ്യാം. ഏകദേശം 30-ൽ കൂടുതൽ ഫംഗ്ഷൻസ് ഞാൻ അതിൽ കണ്ടു. സ്മാർട്ട് ഫോൺ IP65 റേറ്റഡ് ആണ്. സോ ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് USB Type-C പോർട്ട് USB 2.0 ആണ്. ബാക്കിൽ ഒരു ആക്റ്റീവ് ഹാലോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള ആക്ഷന് വേണ്ടി ചൂസ് ചെയ്യാം. ചെറുതായിട്ട് ഇങ്ങനെ കത്തിക്കിടക്കും. 6.78 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ്. പക്ഷേ ഒരു പ്രത്യേക ആസ്പെക്ട് റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 4 കോർണേഴ്സും കർവ്ഡ് ആണ്. ഈവൻ ഡിസ്പ്ലേയിലുള്ള 2 സൈഡ്സും കർവ്ഡ് ആണ്. എന്താ 3D കർവ്ഡ് ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബോക്സിനകത്ത് ഒരു സ്ക്രീൻ ഗാർഡ് വേറെ കൊടുത്തത്. കർവ് ഡിസ്പ്ലേ അല്ലേ. അതായത് 120 Hz AMOLED ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയുടെ ഉള്ളിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. പക്ഷേ അതിന്റെ പൊസിഷൻ ഭയങ്കര താഴെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചുകൂടി മുകളിലേക്ക് ആക്കാമായിരുന്നു. ബട്ട് ബ്രൈറ്റ്നസ് വൈസ് 4500 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. ഈവൻ കർവ്ഡ് ആയതുകൊണ്ട് തന്നെ ബെസൽസ് തീരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഐ കെയർ മോഡ് ഉണ്ട്. ഇറ്റ്സ് എ 10-bit ഡിസ്പ്ലേ ആൻഡ് കളേഴ്സ് വളരെ പഞ്ചി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾസോ മുകളിൽ Gorilla Glass 7a പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. പക്ഷെ പെർഫോമൻസിന്റെ കാര്യത്തിൽ മാത്രം ഇതിനകത്ത് Dimensity 7100 ചിപ്സെറ്റ് ആണ്. ഇറ്റ്സ് എ ഡീസന്റ് ചിപ്സെറ്റ്. അത്ര മോശം എന്ന് ഞാൻ പറയില്ല. പക്ഷെ ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫോൺ നോക്കുന്നതെങ്കിൽ ഇറ്റ് മൈറ്റ് നോട്ട് ബി ദാറ്റ് കേപ്പബിൾ. ഒരു കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 FPS മാക്സിമം കളിക്കാൻ പോകുന്നത്. 120 FPS പരിപാടിയൊന്നും കാണുന്നില്ല. ഈവൻ BGMAയിലും അതില്ല. ബട്ട് നോർമലി ഒരു കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ യാതൊരു കുഴപ്പമില്ല. ബട്ട് ഒരു ഹെവി ഗെയിമിംഗ് എന്നുള്ള രീതിക്ക് നിങ്ങൾ എടുക്കാതിരിക്കുക. ബട്ട് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ മൾട്ടിപ്പിൾ ആപ്സിൽ കൂടെ ജഗിൾ ചെയ്യുക, സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കുക, ക്യാമറ ഓപ്പൺ ചെയ്യുക, ഫോട്ടോ എടുക്കുക, കോൾ ചെയ്യുക, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏകദേശം 7 lakhsന്റെ ഒരു AnTuTu സ്കോർ ഇതിന് കിട്ടുന്നുണ്ട്. സോ ദാറ്റ്സ് ഡീസന്റ്. ഈ 7 lakhs കിട്ടാൻ ഒരു കാരണം എന്ന് വെച്ചാൽ LPDDR5X RAM ആണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് RAM ഓക്കെ. ബട്ട് സ്റ്റോറേജ് മാത്രം UFS 2.2 ആണ്. സ്റ്റോറേജ് സ്കോർ ഞാൻ കാണിച്ചു തരാം. സോ അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു AnTuTu സ്കോറിനെ ഈ ഒരു 7 lakhന്റെ അവിടെ എത്തിച്ചത്. കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും അനുഭവപ്പെട്ടില്ല. ഏകദേശം 35-36 ഡിഗ്രി വരെയൊക്കെ നമ്മൾ AnTuTu സ്കോർ റൺ ചെയ്യുന്ന സമയത്ത് പോലും ആവുന്നുള്ളൂ. ഇനി ഇതിനകത്ത് റൺ ചെയ്യുന്നത് XOS 16 ആണ്. Android 16 ബേസ് ചെയ്തിട്ട് അവരുടെ പുതിയ റിഫ്രഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്കിന്നാണ്. ഇതിന്റെ ഹോം സ്ക്രീൻ കാണുമ്പോൾ ഇതിന്റെ വാൾപേപ്പർ കാണുമ്പോൾ തന്നെ വേറെ പല UI ആയിട്ട് നിങ്ങൾക്ക് സിമിലാരിറ്റി തോന്നും. ബട്ട് വൺ തിങ് ഐ ഹാവ് ടു സേ, ഞാൻ ഇൻഫിനിക്സിന്റെ ഫോൺസ് നമ്മൾ പണ്ട് തൊട്ട് കവർ ചെയ്യുന്നതാണ്. പണ്ടത്തെ ആ ഒരു ഇൻഫിനിക്സിന്റെ XOS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുണ്ട് XOS 16. അത് പറയാതിരിക്കാൻ വയ്യ. ഈവൻ ആ ഒരു നോട്ടിഫിക്കേഷൻ ടോഗിൾ ആയിക്കോട്ടെ, ഈ ഒരു കൺട്രോൾ സെന്ററിന്റെ ആ ഒരു ലുക്ക് ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻസ് ഓപ്പണും ക്ലോസും ചെയ്യുമ്പോൾ ആനിമേഷൻസ് ആയിക്കോട്ടെ, ഇറ്റ്സ് ഓൾ റിഫൈൻഡ്. ഈവൻ ഡൈനാമിക് ഐലൻഡ് അല്ലെങ്കിൽ ഡൈനാമിക് ബാറിന്റെ പരിപാടി ഉണ്ട്. ആൻഡ് ഹോം സ്ക്രീനിൽ നിങ്ങൾ ഒരു വാൾപേപ്പർ ഇടുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾക്ക് 3D ഡെപ്ത് എഫക്ട് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. അല്ല, അത് ചെയ്യുന്ന സമയത്ത് ചില ഐക്കൺസ് നിങ്ങളുടെ പുറകിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം എവിടെയാണ് ഐക്കൺ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫൺ പരിപാടി. പിന്നെ AI പരിപാടിയായിട്ട് മറ്റേ 4 lakhs അതേപോലെ AI റൈറ്റർ, സർക്കിളിൽ സെർച്ച്, ഇങ്ങനെ മൾട്ടിപ്പിൾ പരിപാടികൾ ഇതിനകത്തുണ്ട്. എന്നാൽ പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതൊക്കെ ഇരുന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. എന്നാൽ 1 കൊല്ലത്തെ അപ്ഡേറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നെ 2 കൊല്ലത്തെ അപ്ഡേറ്റ് ആയി. ഇപ്പോൾ 3 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും 5 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും പ്രോമിസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിലും ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. എന്നാൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഡ്യുവൽ 50 MP ക്യാമറ പോലെ തോന്നുമെങ്കിലും ഡ്യുവൽ അല്ല. മുകളിലുള്ള ഒരൊറ്റ 50 MP ക്യാമറ ആണുള്ളത്. താഴത്തേത് ഒരു ഡെപ്ത് അല്ലെങ്കിൽ ഡെപ്ത് സെൻസർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഫോട്ടോസ് ഞാൻ എടുത്ത് നോക്കി. എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റ്
ആൻഡ് പഞ്ചി ആൻഡ് വിവിഡും അല്ല എന്നാൽ ഭയങ്കര ഡള്ളും അല്ല, ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ രീതിക്കാണ് ഇതിൽ നിന്ന് ഫോട്ടോസ് വരുന്നത്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ഡീസെന്റ്. അതായത് ഭയങ്കര ഫോട്ടോഗ്രാഫി ഓറിയന്റഡ് എന്നും പറയാൻ പറ്റില്ല, മോശം ഫോട്ടോഗ്രാഫി എന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഡീസെന്റ് ക്യാമറ. പക്ഷേ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൂടെ കൊടുക്കാമായിരുന്നു, കാരണം ഇതിനകത്ത് OIS അല്ല EIS ആണുള്ളത്. 2K 30 FPS നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബട്ട് 2K 30 FPS നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ അത്ര സ്റ്റഡി ആയിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ജെർക്കിനെസ് ഉണ്ട്, അത് വീഡിയോയിൽ വരും. സോ സ്റ്റേബിൾ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ കൈ സ്റ്റേബിൾ ആണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോ എടുക്കാം. ബട്ട് 2K 30 വരെ എടുക്കാൻ പറ്റും. ഈവൻ ഫ്രണ്ടിലുള്ള 13 മെഗാ പിക്സൽ ക്യാമറ വെച്ച് സെൽഫീസും സെയിം ബാലൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. അതിനകത്തും നിങ്ങൾക്ക് ഇത്തരത്തിൽ 2K 30 FPS സെൽഫി വീഡിയോസും ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 24mm, 35mm, 50mm ഈ 3 രീതിക്കാണ് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് സാമ്പിൾസ് ഇവിടെ കാണിച്ചു തരാം. പിന്നെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് എഡിറ്റ് ചെയ്യാനുള്ള AI സ്റ്റുഡിയോ ഇതിനകത്തുണ്ട്, AI ഇറേസർ ഉണ്ട്, AI GC പോർട്രേറ്റ്സ് ഉണ്ട്. സോ ഈ ഓൾമോസ്റ്റ് എല്ലാ AI ഉണ്ട്. പിന്നെ ഇതിനകത്ത് സ്ലിം ആയിട്ടുള്ള ഫോണാണെങ്കിലും 6500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ഏകദേശം 1 മണിക്കൂറിന്റെ ടൈം എടുത്താണ് ഫുൾ ചാർജ് ആവുന്നത്. ബട്ട് ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 ഡേ 1.5 ഡേയ്സ്. ലൈറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ 1.5 ഡേയ്സ് കിട്ടും. ഹെവി യൂസ് ആണെങ്കിൽ ഒരു 1 ഡേ സുഖമായിട്ട് ബാറ്ററി കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണിത്. പ്ലസ് സ്ലിം ഫോം ഫാക്ടറിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നത് ഇറ്റ്സ് എ ഗുഡ് തിങ്. എന്നാൽ 10 5G ബാൻഡുകൾ സപ്പോർട്ട് ഉണ്ട്. Wi-Fi 5ഉം Bluetooth 5.4ഉം ആണ്. ബട്ട് ടാപ്പ് ആൻഡ് പേ അഥവാ NFC-യുടെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 വേരിയൻസിലുണ്ട്. 6 128, 8 128, 8 256 GB. അതിൽ 6 128 21,999 ആണ്. 2,000 റുപ്പീസിന് എന്തോ ബാങ്ക് ഡിസ്കൗണ്ടിന് ശേഷം നിങ്ങൾക്ക് 19,999 റുപ്പീസിന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോൺ സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന February 25 എന്തോ ആയിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഫോൺ വാങ്ങിയിട്ട് മാർച്ച് 25 തീയതിക്കുള്ളിൽ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ 1 ഇയറിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി, പിന്നെ ഒരു പ്രാവശ്യം ഡിസ്പ്ലേ പൊട്ടിയാൽ ഫ്രീ ആയിട്ട് മാറ്റിത്തരാം എന്നിങ്ങനത്തെ കുറച്ച് പേർക്സ് ഉണ്ട്. 1 മന്തിൻ്റെ ടൈം ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു പേർക്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് അവൈൽ ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഇൻ കേസ് നിങ്ങൾ ഈ സ്മാർട്ട് ഫോൺ വാങ്ങുവാണെങ്കിൽ. സോ ഓവറോൾ എങ്ങനെയുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ. ഒരു നോർമൽ ഡേ ടു ഡേ യൂസിന് നിങ്ങളൊരു നല്ല സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോ എടുക്കണം. ഗെയിമിങ് ഹാർഡ് കോർ ഗെയിമിംഗ് ഒന്നുമില്ല, നോർമൽ കാഷ്വൽ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫോൺ ബാക്കിയുള്ള കോളിങ്ങിനും വാട്സാപ്പിനും സോഷ്യൽ മീഡിയ ഇത്തരത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റണം. നല്ല വലിയ ഡിസ്പ്ലേ ഉണ്ടാവണം, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വേണം, നല്ല ബാറ്ററി ബാക്കപ്പ് നിൽക്കണം, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ബോക്സിനകത്ത് നിങ്ങൾക്ക് ചാർജറും അതേപോലെ നല്ല കേസും സ്ക്രീൻ ഗാർഡ് ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് എഡ്ജ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്ര ഒരു വീഡിയോ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.